അപ്പൊ ഗായ്സ് രാവിലെ തന്നെ ചിക്കൂസൊക്കെ റെഡിയായി. ദയവാണെങ്കിൽ പാക്കിങ്ങും തുടങ്ങി, അനുവാണെങ്കിൽ ഇതേ ക്ലീനിങ്ങും. അങ്ങനെ 2 ദിവസത്തെ സ്റ്റേ കഴിഞ്ഞ് ഇന്ന് ഈ വീട് വിട്ട് ഇറങ്ങട്ടോ. ദയവ് കാര്യമായിട്ട് എന്തോ റിവ്യൂ ഒക്കെ എഴുതുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. പിന്നെ വീടിന്റെ ഉമ്മർത്തിരുന്ന് ഒരു നല്ല ഗ്രൂപ്പ് ഫോട്ടോയും പൂശി. അങ്ങനെ ജ്യൂസിനായിട്ടുള്ള യുദ്ധത്തിൽ കുഞ്ഞിപ്പെണ്ണ് കപ്പടിച്ചിരിക്കുന്നു. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടി, ഏതെങ്കിലും ഡിസ്റ്റിലറിക്ക് പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ പോണ വഴിക്ക് ഒരു ഡിസ്റ്റിലറി കണ്ടു. അവിടെ കയറാനുള്ള പരിപാടിയായി. അവിടെ ചെന്നപ്പോഴാണ് അത് അടച്ചിട്ടേക്കാന്ന്. ഡിസ്റ്റിലറി എത്തിയപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് പടയപ്പായി. അതുകൊണ്ട് പേടിച്ചിട്ട് ചെക്കൻ നമ്മുടെ കാര്യം കയറി. പോണ വഴിക്ക് കുറെ മദ്യം ഉണ്ടാക്കുന്ന ഫാക്ടറികൾ കാണാട്ടോ. അതിന്റെ ഇടയ്ക്ക് ഒരു യാക്കിനെ കണ്ടു. അഖിലേട്ട വണ്ടിയിൽ എണ്ണ തീർന്നു. എണ്ണടിക്കാൻ കയറി. അതിന്റെ ഇടയ്ക്ക് കയറി ചൊല്ലം കാറ് വീണ്. അവസാനം ഞങ്ങൾ ഒരു ഡിസ്റ്റിലറിക്ക് എത്തി. അത് നമ്മുടെ ഗ്ലെൻഫിഡിച്ചിന്റെ ആയിരുന്നു. എങ്ങൊന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഈ സംഭവം അടിച്ചിട്ടുള്ളൂ, ഇതുവരെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ടില്ല. പിന്നെ ഈ ഡിസ്റ്റിലറിക്ക് 120 വർഷത്തിലേറെ പഴക്കമുണ്ട് കേട്ടോ. അതായത് 1886 വില്യം ഗ്രാൻഡ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ആളുടെ 7 ആൺമക്കളും 2 പെൺമക്കളും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഡിസ്റ്റിലറിയാണിത്. അവരെന്നെ കല്ലുകളൊക്കെ ഉപയോഗിച്ച് സ്വയമായിട്ട് പണിത കമ്പനിയാണിത്. എന്നിട്ട് അതിന് ഗ്ലെൻഫിഡിച്ചിന്ന് ഒരു പേരും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റോറിലെത്തി. സ്റ്റോറിലെത്തിയപ്പോൾ മദ്യത്തിന്റെ ഒക്കെ വില കേട്ട് ഞങ്ങളുടെ കിള്ളിയാ മാറി. പിന്നെ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് മദ്യം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഡിസ്റ്റിലറിയുടെ ഉള്ളിൽ കയറാനുള്ള പരിപാടി. അതിന് പക്ഷെ ഓരോ ടൈം ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ആ ടൈം ഒക്കെ കഴിയും. പിന്നെ കയറിയാലും അകത്ത് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കൽ ഇതിൽ ചടങ്ങാണ്. എന്നാലും ഞാൻ വല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്താം. ഫോട്ടോസ് കണ്ടപ്പോഴാണ് അകത്ത് കയറാൻ പറ്റാത്ത വലിയൊരു നഷ്ടമായിട്ട് തോന്നിയത്. അപ്പൊ ഓക്കെ ബൈ.